അങ്ങനെ നമ്മുടെ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് ഒരു തമാശ സിനിമ എന്ന് പറയാം, കുറച്ച് തമാശയൊക്കെ ഉള്ള ഒരു സിനിമ. പിന്നെ കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു 25 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ചിലപ്പം അത്ര വലിയ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ തമാശകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു സുഖവും, പിന്നെ ഒരു കുറേ നാളായല്ലോ മലയാളത്തിലൊരു തമാശയുള്ള സിനിമകൾ അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ ഇപ്പോഴേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരുവിധം ഒരു എന്താണ് പറയുന്നത്, കുറച്ചൊക്കെ വിജയിച്ചേക്കാം. അത് ഫ്ലോപ്പായാൽ പോലും ഒരു വലിയ ഫ്ലോപ്പ് ആകത്തില്ല. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇതൊരു വലിയ ബിഗ് ബജറ്റ് മൂവിയൊന്നുമല്ല. പുതിയ ആൾക്കാരൊക്കെയാണല്ലോ. പൊതുവെ എല്ലാവരും പുതിയ ആൾക്കാരാണ്. പിന്നെ ദിലീപ്, പിന്നെ സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഇങ്ങനെ കുറേ പേരൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മളിതൊരു റിവ്യൂവേഴ്സാണിത് നമ്മുടെ എന്ന് പറയുന്നത്. അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ ചെയ്യുന്നതും കൂടാണ്. അവരുടെ ഒരു അവലോകനം ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് റിവ്യൂ ചെയ്യുന്നവരുടെ. പിന്നെ ദിലീപിൻ്റെ അഭിനയം അറിയാമല്ലോ, അദ്ദേഹം വലിയൊരു ഓർഗാനിക് പ്രസൻസിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറൊന്നുമല്ല, ജീവധർമ്മപരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനൊന്നും അല്ലല്ലോ. പിന്നെ അദ്ദേഹം തമാശ കുറച്ച് ചെയ്യും. പിന്നെ ദിലീപിൻ്റെ ഒരു വരവെന്ന് പറയുന്ന ഒരു എമർജൻസ് എന്ന് പറയുന്ന ഒരു ഒബേഴ്സ് എമർജൻസ് എന്ന് പറയുന്നത് 2000 തൊട്ടായിരുന്നു. പിന്നെ അന്ന് ഇദ്ദേഹത്തിനെന്ന് പറയുന്നത് ഇദ്ദേഹം അത്ര വലിയൊരു ഹീറോയിസം ഉള്ള ഒരു ആക്ടറൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ഇദ്ദേഹത്തിന് കുറേ തമാശയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നുള്ളതും സ്പീഡിലുള്ള തമാശകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നൈബർ ബോയ് ലുക്കാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പം അന്ന് ഈ 2000 വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജയറാമും മുകേഷും സുരേഷ് ഗോപിക്കൊക്കെ ഇത് വലിയ അടിയായിട്ട് മാറി, ഇദ്ദേഹത്തിൻ്റെ ഒരു വരവെന്ന് പറയുന്നത്, ഒരു അറൈവലെന്ന് പറയുന്നത്. അങ്ങനെ ആ പടമെന്ന് അതിനുശേഷം എന്ന് പറയുന്നത് ജയറാമും മുകേഷും സുരേഷ് ഗോപിയും വല്ലാതെ താഴോട്ട് പോയി. അങ്ങനെയാണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറയുന്നത്, ആ ഒരു 2000 ടൈമിലെന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് മുകേഷൊക്കെ ഒരു വർഷം 25-30 സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഹീറോ ആയിട്ട് മുകേഷ് 25-30 സിനിമകളിലൊക്കെയാണ് അന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതോടെ ഈ ദിലീപിൻ്റെ വരവോടുകൂടി മുകേഷ് ഒത്തിരിയും താഴെ പോയി, ജയറാം താഴെ പോയി. പക്ഷേ പിന്നെ ജയറാമിന് പിന്നെ കുറച്ച് സത്യനന്ദിക്കാണ്ട് ചില സിനിമകളിൽ കൂടെ ഒക്കെ അദ്ദേഹം ഒരു കംബാക്ക് മേക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ മുകേഷും വല്ലപ്പോഴും ഒക്കെ. പിന്നെ സുരേഷ് ഗോപിയും അങ്ങനെ ഒക്കെ തന്നെയുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഒരിക്കലും ഫ്ലോപ്പായി പുറത്തേക്കില്ല. ദിലീപിൻ്റെ വരവോടുകൂടി പിന്നെ ദിലീപിൻ്റെ വരവുകൊണ്ടാണെന്ന് മാത്രമല്ല പറയുന്നത്, എന്താണ് ഒരു അൺനോൺ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. സുരേഷ് ഗോപി ഒരിക്കലും ഫ്ലോപ്പായല്ല സിനിമയ്ക്ക് അതൊന്ന് മാറുന്നത്. കാരണം സുന്ദര പുരുഷന്, തെങ്കാശി പൊട്ടണം, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ, മേഘസന്ദേശം, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ അതൊക്കെ ഒരുവിധം വിജയിച്ച സിനിമകൾ. പ്രത്യേകിച്ച് തെങ്കാശി പൊട്ടണം വലിയ ഹിറ്റാണ്. സുന്ദര പുരുഷന് ഒരു ആവറേജ് ഹിറ്റിലൊക്കെ പോയി ആ സമയത്തെന്ന് പറയുന്നത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അന്ന് സുരേഷ് ഗോപി പക്ഷേ അന്ന് പിന്നെ ഒരു ഫ്ലോപ്പായിട്ടല്ല പുറത്താകുന്നത്. എന്താണ് പറയുന്നത്, ഒരു ആക്റ്റീവായിട്ട് ഉള്ള ഒരവസ്ഥയിൽ നിന്ന് മാറുന്നത്. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഈ ദിലീപിൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടവർക്ക് കാണാം. കാരണം ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു 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 ഉന്മേഷം കുറച്ചെങ്കിലും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചിലർക്ക് ക്രിഞ്ചടിക്കുമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ പഴയ തമാശകൾക്ക് എന്ന് പറയുന്നത് വലിയൊരു അതിൻ്റെയൊക്കെ ഒരു ബോറടിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ബോറടിക്കും ചിലർക്ക്. പ്രത്യേകിച്ച് ഒരു 30 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഇത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ കുറേ നാളായിട്ട് മലയാളത്തിലൊരു തമാശ സിനിമകൾ ഇങ്ങനെ ഇപ്പോൾ വരുവാണ്. ഇതൊരു തമാശ സിനിമയാണല്ലോ. അപ്പോൾ മലയാളത്തിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ തമാശ സിനിമകളുടെ ഒരു എന്താണ് പറയുന്നത്, എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും ഒരു നവോന്മേഷം പകരും എന്ന് പറയുന്നതിനകത്ത് പകരും. അത് ഒരു ശരിയാണ്. പിന്നെ ഈ കണ്ടിരിക്കാനും മാത്രം വലിയ കാര്യമെന്നുള്ളതായിട്ട് അങ്ങനൊന്നും ഇല്ല. പിന്നെ ഈ ദിലീപിൻ്റെ കുറേ തമാശകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഒരു കഥയും ഫാമിലി സ്റ്റോറിയും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞാൽ വലിയൊരു ഇൻവോൾവ്മെൻറ്റോ ഓർഗാനിക് പ്രസൻസോ ഉള്ള ഒരു ആക്ടറൊന്നും അല്ല ദിലീപ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളൊക്കെ നല്ല സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ ചാന്തുകൂട്ടം എന്ന് പറയുന്ന സിനിമ, അത് ലോകത്തിലെ ഏറ്റവും മികച്ച അഭിനയമാണ് ദിലീപ് കാഴ്ചവെച്ചത്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾക്കിടയിൽ ലോക സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ 10 സിനിമകളെടുത്ത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോയിങ്ങിലെ അനിൽ എന്ന കഥാപാത്രത്തെ എനാക്ട് ചെയ്ത മുകേഷ്,
കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ ഭരചന്ദ്രനെ അവതരിപ്പിച്ച സുരേഷ് ഗോപി, അതുപോലെ തന്നെ ചാന്തുകോട്ട് എന്ന് പറയുന്ന സിനിമയിലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വേഷം ചെയ്ത ആ റോൾ എനാക്ട് ചെയ്ത ദിലീപ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വേറെയുള്ള സിനിമകൾ അത്രയും മികച്ച രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും, അത് ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ ഈ അങ്ങനെ ആ സിനിമ ഈ സിനിമകളിൽ അവരുടെ അഭിനയം നോക്കിയാൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോക സിനിമയിൽ വേറൊരു നടൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്ക് ഒന്നും ഒരു സിനിമയിൽ പോലും ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. മോഹൻലാൽ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല, മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല. ഏതെങ്കിലും നടന്മാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം കമ്മീഷണറുടെ സുരേഷ് ഗോപിയെ വെല്ലാൻ കിലുക്കത്തിലെ മോഹൻലാലിന് പറ്റുമോ? പറ്റത്തില്ല. വാനപ്രസ്ഥത്തിലെ മോഹൻലാലിന് പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ ബോയിങ്ങിലെ മുകേഷിനെ വെല്ലാൻ വടക്കം വീരാതിക്കത്തെ മമ്മൂട്ടിക്ക് പറ്റുമോ? പറ്റത്തില്ല. ചാന്തുപൊട്ടിലെ മുകേഷിനെ വെല്ലാൻ പിന്നെ വാനപ്രസ്ഥത്തിലെ മോഹൻലാലിന് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ വടക്കം വീരാതിക്കത്തെ മമ്മൂട്ടിക്ക് പറ്റുമോ? പറ്റത്തില്ല. കാരണം അത്രയും മികച്ച രീതിയിലാണ് ദിലീപും മുകേഷും സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ളത്. വേറെ ഏതെങ്കിലും സിനിമയിൽ അവർ അത്ര നല്ലപോലെ അഭിനയിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ അവർ ആ സിനിമയിൽ അഭിനയം എന്ന് പറയുന്നത് വളരെ ഉദാത്തമാണ്, ക്ലാസിക്കാണ്, നമുക്ക് മടുക്കാത്തതാണ്, കാലാതിവർത്തിയായിട്ടുള്ള അഭിനയമാണ്. അതിനകത്ത് തർക്കമറ്റ കാര്യമാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അഭിനയമാണ് സത്യം പറഞ്ഞാൽ. ഈ പറയുന്ന കമ്മീഷണറിലെ സുരേഷ് ഗോപി, ബോയിങ്ങിലെ മുകേഷ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാന്തുപൊട്ടിലെ ദിലീപ് എന്ന് പറയുന്നത്, അത് നോബഡി ക്യാൻ എനാക്ട് ലൈക്ക് ദം. കാരണം ആർക്കും അവരെ പോലെ അഭിനയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു മികച്ച രീതിയിലാണ് അവർ അത് അഭിനയിച്ചിരിക്കുന്നത്. അവർക്ക് വേണം, നിങ്ങൾക്ക് തർക്കിക്കുന്നതിനൊക്കെ തർക്കിക്കുക, അത് അവരുടെ ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിയായിരിക്കാം, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും അവർ അങ്ങനെ അഭിനയിക്കുന്നത്. പക്ഷേ നമുക്ക് മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ആ ബോയിങ്ങിൽ മുകേഷ് എന്ന് പറഞ്ഞാൽ അയാൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിരാശകളും എല്ലാം വളരെ ചടുലമായിട്ട്, വളരെ ഇമാജിനേറ്റീവായിട്ട്, വളരെ എന്താണ് പറയുന്നത്, വളരെ ആഘോഷ തിമിർപ്പോടുകൂടിയും വളരെ ഒരു ഭ്രമകൽപ്പനകളോടുകൂടിയും അതിൻ്റെ ഒരു എന്താണെന്ന് പറയുന്നത്, ആ വിഷമത്തോടു കൂടിയൊക്കെയാണ് അയാൾ അത് എനാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മീഷണറിലെ ഭരചന്ദ്രനെ അവതരിപ്പിച്ച, പ്രസൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനാക്ട് ചെയ്ത് നമ്മുടെ പിന്നെ സുരേഷ് ഗോപി, വാട്ട് ആൻ ആക്ടർ ഹീ ഈസ് ആക്ച്വലി. കാരണം അത്രയും സൂപ്പറായിട്ടാണ് അയാളൊക്കെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ദിലീപിൻ്റെ ആ ചാന്തുവട്ടം എന്ന് പറയുന്നത്. ദിലീപിൻ്റെ ബാക്കിയുള്ള സിനിമകളൊന്നും അത്രയൊന്നും വരത്തില്ലായിരിക്കും. എന്തായാലും ആഫ്റ്റർ ഓൾ ഈ സിനിമ ഒരു നല്ല സിനിമ തന്നെയാണ്. വലിയ പ്രത്യേകതയൊന്നും വിചാരിച്ചുകൊണ്ട് പോകരുത്. ഇത് നമുക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭേദപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു അവധിക്കാലം അത്യാവശ്യം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.